ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് ഫുഡ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കറന്റ് നമ്മൾ കല്ലൂരാണുള്ളത്. മെട്രോയിലുള്ള എല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 2025 ഞാൻ ആക്റ്റീവ് ആക്കാന്ന് പറഞ്ഞാല് ഞാൻ എന്താ പറയല്, സമ്മതിക്കൂല പറയാൻ. കല്ലൂരിന്ന് മെട്രോ കയറിയിട്ട് ഞങ്ങൾ MG റോഡ് പോകാനാണ് ഇപ്പൊ പ്ലാൻ ഇട്ടത്. നമ്മളെ കൂടെ പുതിയ വ്ളോഗറും ഉണ്ട്, അക്കി, പിന്നെ അപ്പു ഉണ്ട്, ക്യാമറമാൻ നന്ദന നാദി. ബാംഗ്ലൂരിൽ നിന്ന് മെട്രോയിൽ നിന്ന് അല്ല കറങ്ങാൻ വന്നതാണ്, അല്ല ഇവിടെ വർക്ക് ചെയ്യുന്ന. നമ്മളെ ലിഫ്റ്റ് ഒരു ആന്റീനെ പരിചയപ്പെട്ടു. നമ്മളിപ്പോ MG റോഡ് എത്തിയിട്ടുണ്ട്, മെട്രോ ഇറങ്ങിയിട്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് സ്പോട്ടായിട്ട് പോകുന്നത് സോന എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ്. അവിടെ പോയിട്ട് നമുക്ക് എങ്ങനെയാ ഫുഡ് കാര്യങ്ങളൊന്നും അറിയില്ല, പോയിട്ട് ജസ്റ്റ് ട്രൈ. ഇവിടെ അടുത്ത് കുറേ ഇവിടെ അടുത്ത് കുറേ ഫുഡ് സ്പോട്ട് ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നല്ല മെയിൻ ആയിട്ട് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ മെയിൻ ആയിട്ട് പോകുന്നത് സോന എന്ന് പറഞ്ഞ റെസ്റ്റോറന്റാണ്. കുറെ നല്ല റിവ്യൂസ് അവിടെ കണ്ടിട്ടുണ്ടായി. പിന്നെ കുറച്ച് സ്പെഷ്യൽ ഡിഷ് എന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. നല്ലതാണെങ്കിലും ചീത്ത ആണെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ കാണിച്ചു തരും എങ്ങനെയാന്ന്. നമ്മളെ ഫേസിൽ അത് കാണും. ലൈവായിട്ട് കഴിക്കുമ്പോ വീഡിയോ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ബാക്കിൽ കുറെ റെസ്റ്റോറന്റ് ഉണ്ട്, എവിടെയും കേറൂല. കാരണം കേറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പിൽ കഴിച്ചാലല്ലേ ഉള്ളൂ കറക്റ്റ് റിവ്യൂ കിട്ടാ, അല്ലേ? അതെ അതെ. അപ്പൊ ഞങ്ങൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2-3 സ്പോട്ടെങ്കിലും കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തുനിന്നും ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്പോട്ട് നമുക്ക് പിടിക്കാൻ പറ്റൂല. അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാന്. പിന്നെ അവിടെ പോയാൽ അറിയില്ല. കാരണം പൊതുവെ ഞങ്ങള് എക്സ്പ്ലോർ ചെയ്യാൻ പോയ എങ്ങനെയാന്ന് വെച്ചാല് അവിടെ കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ആയി ഞങ്ങൾ 2-3 സാധനം ഒരുമിച്ച് അങ്ങ് ഓർഡർ ചെയ്യും. പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ ഡെഡ് ആയിരിക്കും. ഈ പ്രാവശ്യമെങ്കിലും അങ്ങനെ ചെയ്യരുതെന്നാണ് വിചാരിക്കുന്നത്. അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെയാണ് നല്ല നല്ല പെൺകുട്ടികളാ, ഒരു രക്ഷയില്ല. കല്ലൂർ MG റോഡത്തൊക്കെ ഭയങ്കര ട്രെൻഡ് ആൾക്കാര്. ഡ്രസ്സിങ് ആണെങ്കിലും പിന്നെ ആക്സസറീസ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി. ഞങ്ങള് അവിടുന്ന് ഇങ്ങോട്ട് വരാ ഒരു ഊള വേഷത്തിലേക്ക്. വിചാരിക്കും അങ്ങനെ എന്താ രാത്രിയല്ലേ, എന്താ ആൾക്കാര് കാണൂല ആ സാധനമൊക്കെ വിചാരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാല് നൈറ്റ് ആണെങ്കിലും സ്പോട്ടെത്തി ഗൈസ്. ഇതാണ് റെസ്റ്റോറന്റ്, ഹോട്ടൽ സോന. നിങ്ങക്ക് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ആ വ്ളോഗാ. ഇവിടെ എന്താ സ്പെഷ്യല്? നെയ്പത്തലും പിന്നെ ഓക്കെ. ചേട്ടൻ കുറച്ച് കോൺഷ്യസ്, അടുത്ത ആളെ വിട്ടുണ്ട്. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. അയാള് പ്രിപ്പയർ ചെയ്യാൻ പോയിക്ക് എനിക്ക് വയ്യ. എന്നെ വലിയ എന്തോ വ്ളോഗായിട്ട് ഇവര് കാണുന്നത്. ആള് വരുന്നുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ശരിക്കല്ലേ? ഓക്കെ. ചേട്ടാ ഇവിടെ എന്താ സ്പെഷ്യല്? സ്പെഷ്യല് നമ്മൾ നെയ്പത്തലുണ്ട്, ബട്ടൂരുണ്ട്, തേങ്ങാപ്പത്തലുണ്ട്. നെയ്പത്തലും ബീഫ് സ്റ്റൂ ആണ് ഓർഡർ ചെയ്തത്. എങ്ങനെ ടേസ്റ്റ് എന്നുള്ളത് നല്ല ചൂടുണ്ട്, കഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. നല്ല വിശപ്പുള്ളതിനോട് നല്ല സ്മെല്ല്. ഞാനങ്ങനെ ടേസ്റ്റ് അറിഞ്ഞു വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊച്ചിയിൽ എനിക്ക് അറിയില്ല, പകുതി ചില സ്പോട്ടിലൊക്കെ ഞങ്ങൾ പോയ സമയത്ത് നല്ല റബ്ബർ പോലത്തെ ചിക്കനാ, റബ്ബർ പോലത്തെ ബീഫാ കിട്ടിയത്. ഇത് കുറച്ചും കൂടി ആ റബ്ബറുമായിട്ട് സംഭവമില്ല, കുറച്ചും കൂടി നല്ല നല്ല ബീഫാ. പിന്നെ ഇതിന്റെ സ്റ്റൂ ആണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ മൊത്തത്തില് നല്ല രസം. ബീഫ് ഭയങ്കരമായിട്ട് ടെൻഡറാണ്, ഭയങ്കര ഹാർഡ്നെസ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയല്ലേ? അപ്പൊ നിങ്ങൾ ഈ സ്പോട്ടിൽ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. പിന്നെ ഇത് കൂടാണ്ട് വേറെയും കുറെ ഐറ്റം ഇവിടെ കാര്യങ്ങളുണ്ട്. ബട്ടൂര ഇവിടുത്തെ സിഗ്നേച്ചർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഓവർ കഴിച്ചാല് പിള്ളായി പോലെ, അത് പറഞ്ഞില്ല. അങ്ങനെ ഇത് ഫുഡ് സെറ്റായി. നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പിടിക്കാം. അടുത്ത സ്പോട്ട് ഹംഗ്രി പ്ലേറ്റ് ആണ്. നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? വി ആർ സോ എക്സൈറ്റഡ്. ഇന്ന് എന്റെ കണ്ണ് നല്ല ഭംഗിയില്ലേ കാണാൻ. നന്നുന്റെ ഐലാഷസ് ഇട്ടതാ. അപ്പന് തോന്നില്ല? അപ്പു കണ്ട് കണ്ണ്. ഹംഗ്രി പ്ലേറ്റിന്റെ വഴി ചോദിച്ചു ഞങ്ങൾ ഇതാ ഈ ഷോപ്പിന്റെ ഫ്രണ്ടിലെത്തി.
ഗൂഗിള് പറയുന്നത് ഈ ഷോപ്പാണ്, ഈ ഷോപ്പാണ് ഹംഗ്രി പ്ലേറ്റ് എന്ന. സ്പോട്ട് കറക്റ്റ് വന്നിട്ട് രാജാജി റോഡിലാണ് ഉള്ളത്. സോ ഈ വഴി പോകുന്ന ആൾക്കാരൊക്കെ പ്ലീസ് ഡു ട്രൈ ഇറ്റ് ഔട്ട്. അപ്പൊ ഞങ്ങളെ KSRTC കൊണ്ടുപോയേനെ. ഇതെന്ത് ഈച്ചനെ പിടിച്ച്? അവിടെ ഈച്ചൊന്നുമില്ല ഗൈസ്. നമ്മൾ ഈച്ചനെല്ലാം പുറത്താക്കാൻ വേണ്ടിട്ട് എല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. പബ്ലിക്കിനെ നമ്മൾ വെറുപ്പിക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഞങ്ങളധികം എല്ലാവരും വീഡിയോ എടുക്കുന്നില്ല. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയില്ല, നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചേക്കാം. ഇവിടുത്തെ മെയിൻ ഡിഷ് വന്നിട്ട് കിഴി പൊറോട്ട, പിന്നെ ചിക്കൻ മനാഗിഷ് ഒക്കെയാണ്. അപ്പൊ അതിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ മനാഗിഷ് ആണ്. ഇതെല്ലാം ഞങ്ങൾ നേരത്തെ കഴിച്ചത് ഇതൊക്കെ ഒരു 300 ബിലോ ആണ് റേഞ്ച് വരുന്നത്. നമുക്ക് ടേസ്റ്റ് എങ്ങനെയാന്ന് നോക്കാം. നമ്മളിപ്പോ ഓർഡർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഫുഡ് വന്നിട്ടില്ല. കുറച്ച് ലാഗാണ്, അതുകൊണ്ട് അവരിപ്പോ അങ്ങനെയും നമുക്ക് വിചാരിക്കാം, എന്നിട്ട് ആശ്വസിക്കാം അല്ലേ. ചിക്കൻ മഷ്കാന, മനീഷ്കോ പേരൊന്ന് പറയോ? ഇതാണ് ചിക്കൻ മനാഗിഷ്. കാണാനൊക്കെ നല്ലുണ്ട്. ചിക്കൻ എവിടെയാ ഇതില്? ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ്ഡാ. 8 പീസ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. നമുക്കതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. എക്സൈറ്റഡ് ആണ്. നല്ല കാണാൻ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അയ്യോ. സോ ഇതിൽ ഓരോ പീസ് ആയിട്ടാണുള്ളത്. 8 പീസാ. 1 2 3 4 5 6 7 8. ഓക്കെ, എല്ലാവർക്കും 2 പീസ് വെച്ചിട്ട് കഴിക്കാം, 4 പേരാണെങ്കിൽ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഈ ഷവർമയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടാവും, കാരണം എനിക്ക് ഷവർമയൊക്കെ ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ എന്തായാലും ഇവിടെ വരാണെങ്കിൽ ഇത് കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് 300 ബിലോ വരുന്നത്. ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, നല്ലോണം ഫില്ലാവും ചെയ്യും. അങ്ങനെ സെക്കൻഡ് ഫുഡ് സ്പോട്ട് നമ്മൾ കവർ ചെയ്തു. അതിന് കുറച്ച് സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം. സോ നമ്മൾ അടുത്ത സ്പോട്ട് അങ്ങോട്ടേക്കാണ്, ബർഗർ സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പൊതുവെ എനിക്ക് കണ്ടുപിടിക്കാനൊന്നും വലിയ ഇഷ്ടമല്ല. ഇവര് കണ്ടുപിടിച്ച് ഞാൻ പോയി വ്ളോഗ് ചെയ്യും. നിങ്ങൾക്കറിയോ ഈ രാഹുലിനെ ആരെങ്കിലും ഇതിൽ കമന്റ് ചെയ്യാം. കാരണം ഭൂലോക കോഴികളാണ് ഞാൻ അറിഞ്ഞ എല്ലാ രാഹുലും ഭൂലോക കോഴികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യാം. നമ്മളങ്ങനെ 4 പേരും ഈ നോസ് റിങ് വാങ്ങിയിട്ടുണ്ട് ഇവിടുന്ന്. പക്ഷെ ഇതിട്ടിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ഒരു തുമ്പാ വരുത്. ഞങ്ങള് മേടിച്ചത് ഡെയ്സി എക്സിബിഷൻ സ്റ്റോറിന്നാണ്. കണ്ട പൂക്കി വെച്ചിട്ടുണ്ട് എല്ലാരും. പക്ഷെ തുമ്മൂല. ഇങ്ങനെയാകുമ്പോ ചെറിയ ഭംഗിയുണ്ട്. ഡെയ്സീസ് എക്സിബിഷൻ സെയിൽ, അവിടുന്നാ ഞങ്ങള് ഈ ഒരു സാധനം എടുത്തത്. നമ്മള് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാൻ ലേറ്റ് ആയി. കമോൺ. സെൻട്രൽ സ്ക്വയർ മോളിന്റെ 4th ഫ്ലോറിലാണ് വരുന്നത്. ഈ ഡെയ്സി എക്സിബിഷൻ അവിടെ വരുന്നത്. അവിടെ ഞങ്ങൾ വാങ്ങിയതാ. ഒരു 20 റുപ്പീസേ ഉള്ളൂ ഇതിന്. ഞങ്ങൾ 4 പേരും കൂടി സെയിം സാധനം വാങ്ങി. ഞാൻ ശരിക്കും ഇവിടെ ഇടാനാ വാങ്ങിയത്. പക്ഷെ ഇത് ഗോൾഡിന്റെ ആയതുകൊണ്ട് ദൂരണം. ദൂരി കഴിഞ്ഞിട്ട് വേണം ഇത് ഇട്ടോക്കാൻ. ചെറുതായിട്ട് വളയുന്നുണ്ടോന്ന് ഒരു ഡൗട്ട്. നമ്മൾ ബർഗർ സ്പേസിൽ എത്തിപ്പോയി. നമ്മൾ പറഞ്ഞത് പെരി പെരി ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ്. അതിന് വെയിറ്റ് ചെയ്യാം. ദൂരട്ടെ. സ്വീറ്റ് ഐറ്റം നോക്കണം. ഒരു സമാധാനായി. ഇതാണ് പെരി പെരി ചിക്കൻ ലോഡഡ് ഫ്രൈസ്. കാണുമ്പോ നല്ല റിച്ച് ഉണ്ട്. ഭയങ്കര അടിപൊളിയല്ല, എനിക്ക് കഴിച്ചിട്ട് നോക്കാം. ഇത് ഇങ്ങോട്ട് വെക്ക്. എന്താ ഇത്? ഇങ്ങനെയാണോ ഒരു ബ്ലോഗറിന്റെ വീഡിയോ വെക്കേണ്ടത്? കുപ്പിയൊന്നും എടുക്കാതെ എടുക്ക്. ഇത് കണ്ടിട്ട് എനിക്ക് വലിയ ടേസ്റ്റ് ഉള്ള പോലെ തോന്നുന്നില്ല, എന്താന്നറിയില്ല. ഒരു മസാലയുടെ കുത്തല് ചുവള്ള പോലെ. നല്ല ഉപ്പുണ്ട്, എനിക്ക് ഇഷ്ടായില്ല. ഇത് ടേസ്റ്റ് ഇല്ല. 4 പേർക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ട്, പെട്ടെന്ന് ഫില്ലാവും. ജസ്റ്റ് ട്രൈ ചെയ്യാം. അല്ലാണ്ട് ഭയങ്കര വിശന്ന് വരുമ്പോഴൊക്കെ ഇത് വേർത്തല്ല. T24ന്റെ ഐസ്ക്രീം പോലെ വൈൻഡപ്പ് ചെയ്തു. ബായ്. എല്ലാരും ബായ് പറയൂ.